ചിത്രങ്ങളിലും മറ്റും ഫ്ലെയർ ഇഫക്റ്റ് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഫ്ലെയർ ടൂള്. ടൂൾ ബോക്സിൽ ഈ കാണുന്ന ടൂള് ഈ ഫ്ലെയറിലായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്റ്റാറിന് താഴെ കാണുന്ന ഫ്ലെയർ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് അത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫോട്ടോകൾ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ് ഈ ഫ്ലെയർ ടൂൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇതുപോലെ ഒരു ഇഫക്റ്റ്, ഒരു ഗ്ലോയിങ് ഇഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതിനാണ് ഫ്ലെയർ ടൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുക, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഫ്ലെയർ, ആദ്യത്തെ ഫ്ലെയർ എന്താ പറയുക, വലുതായി വരുന്നതാണ്. സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിട്ടതിന് ശേഷം അടുത്ത ഒരു ക്ലിക്ക് വിട്ടതിന് ശേഷം അടുത്ത ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഫ്ലെയറുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ലൈനുകളും മറ്റും കാണുന്നത് തീർച്ചയായിട്ടും കീബോർഡിൽ Ctrl+H പ്രസ് ചെയ്തുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. Ctrl+H ഹൈഡ് എന്നുള്ള കീ ആണത്. നമുക്ക് ഇതുപോലെ നോഡുകളും മറ്റും കാണുമ്പോൾ ചിലപ്പോൾ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടൂള് പുറത്ത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+H പ്രസ് ചെയ്തുകൊണ്ട് അത് ഒഴിവാക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇഫക്റ്റ് ആണ് ഈ ഫ്ലെയർ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ ഫ്ലെയർ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിത്രത്തിന് പുറത്തു പോയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏരിയക്ക് പുറത്തു പോയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെയുള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. റെക്ടാങ്കിൾ കംപ്ലീറ്റ് വരച്ചെടുത്തതിന് ശേഷം കീബോർഡിൽ എല്ലാ ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ Ctrl+7 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുറത്തു പോയിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ട്രിം ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് ആ ഫ്ലെയർ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ എന്താ പറയുക, ഫോട്ടോകളിലും മറ്റും ഒരു ഫ്ലെയറി ഇഫക്റ്റ് ലഭിക്കുന്നതിനായിട്ടാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റു സാധ്യതകളിലേക്ക് നോക്കാം. ഇത് വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഫ്ലെയർ ടൂള് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന അവസരമാണ് ഈ കാണുന്നത്. ഈ അവസരത്തിൽ ഏരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ എന്താ പറയുക എണ്ണം, അതായത് അതിന്റെ ഫ്ലെയർ എണ്ണം കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ ഏരോ കീ ഉപയോഗിച്ചു, അതായത് റൈറ്റ് ഏരോ ലെഫ്റ്റ് ഏരോ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഫ്ലെയറിന്റെ എണ്ണം, നമ്പർ ഓഫ് ഫ്ലെയർസിന്റെ എണ്ണം കൂട്ടുവാനും കുറയ്ക്കുവാനും സാധിക്കും. ഇങ്ങനെയുള്ള ഗ്രിഡുകളുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഇഫക്റ്റുകൾ, ഒരു ഇഫക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്ലെയർ തീർച്ചയായിട്ടും ഒബ്ജക്റ്റിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് മാത്രം നിർത്തുക, ഫില്ലും സ്ട്രോക്കും ഒഴിവാക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം അൺഗ്രൂപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഇതിലെ ഓരോ പീസുകളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ കേട്ടോ. ഇത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒന്നിൽ കൂടുതൽ അൺഗ്രൂപ്പിംഗ് ആവശ്യമായി വരാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് അത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം എക്സ്പാൻഡ് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലെ ഓരോ ഒബ്ജക്റ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.